കൊച്ചി കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് സ്വദേശിയുടെ ക്വാർട്ടേഴ്സിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മനീഷ് വിജയ്, അമ്മ ശകുന്തള അഗർവാൾ, സഹോദരി ശാലിനി വിജയ് എന്നിവരാണ് മരിച്ചത്. മനീഷിന്റെയും സഹോദരി ശാലിനിയുടെയും ആത്മഹത്യയെന്ന എഫ്ഐആർ. ഇവർ ഒരാഴ്ചയായി അവധിയിലായിരുന്നതായി പോലീസ് അധികൃതർ അറിയിച്ചതായി വാർഡ് മെമ്പർ പറഞ്ഞു. തുടർന്ന് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചന വിനോദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അർച്ചന, ഈ കസ്റ്റംസ് ഓഫീസറുടേതും സഹോദരിയുടേതും ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ചില സംശയങ്ങളുണ്ടല്ലേ? തീർച്ചയായും അശ്വിത, ഇപ്പോഴും ഈ ഫ്ളാറ്റിനകത്ത് പരിശോധന തുടരുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കാനുണ്ട്. എന്തായാലും പ്രധാനമായും ഇപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 പേരുടെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിലും അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കിടത്തിയ നിലയിലുമാണ്. ഈ പ്രധാനമായും പോലീസ് പറയുന്നത് ഈ സഹോദരിയുടെയും ഒപ്പം ഈ മനീഷിൻ്റെയും ആത്മഹത്യ എന്നാണ് പോലീസ് പറയുന്നത്. ഇത് മനോവിഷമത്തിൽ ഇത്തരത്തിൽ ആത്മഹത്യ നയിച്ചതാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തത വരാനുണ്ട്. ഇതിനുള്ള പരിശോധനകളാണ് പ്രധാനമായും പ്രധാനമായും ഈ അമ്മയുടെ മൃതദേഹത്തിന് മുകളിൽ പൂവിട്ട നിലയിലും ഒപ്പം സമീപത്തായി ഒരു ഫോട്ടോയും വെച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇതിൽ കൃത്യമായ സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിൽ പോലീസ് ഈ പരിശോധന പൂർത്തിയാക്കിയാൽ എന്തായാലും ഒരു പ്രാഥമികമായ വിവരം കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അമ്മ ശകുന്തള അഗർവാൾ, അതുപോലെ സഹോദരി ശാലിനി, ഒപ്പം ഈ മനീഷ് വിജയ് എന്നിവരാണ് മരിച്ചത്. ഈ മനീഷ് 7 ദിവസമായി അവധിയിലായിരുന്നു. അവധി കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ തന്നെയാണ് ഇവിടെ എത്തി പരിശോധിച്ചത്. തുടർന്ന് വാതിൽ മുട്ടി തുറക്കാതായതോടെ ഫോണിൽ ബന്ധപ്പെട്ട് കിട്ടാതായതോടെയാണ് ഇത്തരത്തിൽ വീടിനും ചുറ്റുമായി ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും 2 മൃതദേഹങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു. പിന്നീട് അകത്ത്, അതായത് വാതിൽ പൊളിച്ച് പോലീസ് അകത്ത് നടത്തിയ പരിശോധനയിലാണ് അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കിടത്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസ് പ്രാഥമികമായ വിവരങ്ങൾ മാത്രം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. എന്തായാലും മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ് ഇത്തരത്തിലേക്ക് ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, അതിനെന്തായിരുന്നു മനീഷിന് ഇത്തരത്തിലൊരു മനോവിഷമം ഉണ്ടാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമാണ് പൂർത്തിയാക്കാനിരിക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തിയാകും. അർച്ചന വിനോദാണ്. കസ്റ്റംസ് ഓഫീസറുടേതും സഹോദരിയുടേതും ആത്മഹത്യ സ്ഥിരീകരിക്കുന്നു. അമ്മയുടെ മരണകാരണം വ്യക്തം.